തൃശൂരിൽ മാള ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് ഡി-സോൺ കലോത്സവത്തിൽ സംഘർഷം. ഫോട്ടോഗ്രാഫി മത്സരത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചർച്ചയ്ക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടായ ആശങ്ക അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ക്യാമറയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയതായിട്ട് മത്സരം വയ്ക്കുമ്പോൾ വീണ്ടും ഇത്ര പൈസ എടുക്കാമെന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഇതിലാണ് ഇത്ര പൈസ സംഘടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ന്യായമായിട്ടുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചത് അവിടെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഈ ഫണ്ടിൻ്റെ ഒരു റീഫണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു ഉത്തരം തിരിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ അതെന്ന് എന്താ പറയുക ഇനി വയ്ക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ല. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ, സൂരജ്? തീർച്ചയായും വലിയൊരു സംഘർഷമാണ് ഈ മാള ഹോളി ഗ്രേസ് കോളേജിൽ അരങ്ങേറിയത്. ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡി-സോൺ കലോത്സവം ഇവിടെ നടന്നു വരികയായിരുന്നു. പക്ഷേ ഇതിലെ ഫോട്ടോഗ്രാഫി മത്സരം മാറ്റിവെച്ചതാണ് ഇത്തരത്തിൽ ഈ കയ്യാങ്കളിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകാൻ കാരണമായത്. ഇതിൽ പറയുന്ന മത്സരാർത്ഥികൾ, പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥികൾ പറയുന്നത് അവർ 6000-7000 രൂപയൊക്കെ വാടക കൊടുത്താണ് ഈ ക്യാമറകൾ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വാടകയ്ക്കെടുത്തത്. അങ്ങനെ വാടകയ്ക്കെടുത്ത് എത്തിയ സമയത്താണ് ഈ മത്സരം ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാല യൂണിയൻ ആ മത്സരം മാറ്റിവെക്കുന്നത്. ഇതോടുകൂടി ഇവർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. മറ്റൊരു ദിവസം മത്സരം നടക്കുകയാണെങ്കിൽ വീണ്ടും അതേ ദിവസം ഇതേ തുക മുടക്കി ഈ ക്യാമറകൾ വാടകയ്ക്കെടുത്ത് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മത്സരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘാടകരുടെ അടുത്ത് ഇവരെത്തി സംസാരിക്കുകയും പിന്നീട് ഈ വാക്കുതർക്കവും കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോവുകയുമായിരുന്നു. ഇതിൽ തങ്ങളെ മത്സരിക്കാനെത്തിയവരെ സർവകലാശാല യൂണിയൻ അംഗങ്ങൾ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ മത്സരാർത്ഥികളുടെ ആരോപണം. ഈ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സെന്റ് അലൂഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ആദിത്യയ്ക്കാണ് പരിക്കേറ്റത്. മുഖത്തും അതോടൊപ്പം തന്നെ കൈക്കുമെല്ലാം കഴുത്തിലുമെല്ലാം പരിക്കേറ്റ ആദിത്യ മാളയിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടി കെ. ശരി, സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.